എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം, ആ വീട്ടിലെ ഓരോ മുറികളും മനസ്സിലൊന്ന് കണ്ടേ. നിങ്ങൾ ചിന്തിക്കുന്നു, നിങ്ങൾ താമസിക്കുന്ന ആ പറമ്പിൽ, ആ സ്ഥലത്ത് എന്തെങ്കിലും ഒരു പീഡ, അസ്വസ്ഥത, ശാപം, തിന്മയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസം ഇതാ തച്ചുടച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുകയാണ്. നീ വിശ്വസിക്കണം. എന്ത്? എൻ്റെ കർത്താവ് കുരിശിൽ മരിച്ചതോടുകൂടി ഇനിമേലിൽ ശാപത്തിന് അടിസ്ഥാനമില്ല. ശാപത്തെ എന്നേക്കുമായി അവൻ തകർത്തെറിഞ്ഞു. കർത്താവെ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാനിതാ വിശ്വസിക്കുന്നു. എൻ്റെ വീടിൻ്റെ അന്തരീക്ഷം മുഴുവൻ, നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി, നിങ്ങളുടെ വീടിന് ചുറ്റുവട്ടത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ, ആ അതിർത്തി, നിങ്ങൾക്കുള്ള സ്ഥലം, ആ കുഞ്ഞു സ്ഥലത്ത് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾക്കുള്ള കൃഷിയിടത്ത് നിങ്ങൾ വിശ്വസിക്കണം. എൻ്റെ കർത്താവേ, ഈ മണ്ണ് അങ്ങയുടേതാണ്, നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഈ വിശ്വാസം ഞാൻ ഏറ്റുപറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നിന്നെ ഭാരപ്പെടുത്തുന്ന ഏത് ചിന്തയുടെ മുകളിലും, നിന്നെ ഭാരപ്പെടുത്തുന്ന ഇന്നലകളുടെ എല്ലാ അനുഭവങ്ങൾക്കും മുകളിലും, നീ ഇന്ന് കടന്നു പോകുന്ന ഏത് ഞെരുക്കത്തിൻ്റെ നടുവിലും നീ വിശ്വസിക്കണം. നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഒരുവനുണ്ട്, പാടുപീഡകൾ ഏറ്റവനുണ്ട്. അവനിൽ നീ വിശ്വസിക്കുന്നതനുസരിച്ച് നിന്റെ മേൽ ആ അനുഗ്രഹം വെളിപ്പെടും. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ രക്ഷകാ, കർത്താവേ, ഓരാ വിളിച്ചേ. യേശുവേ രക്ഷകാ, കർത്താവേ, ഒരിക്കൽ കൂടെ വിളിച്ച യേശുവേ രക്ഷകാ, കർത്താവേ, നീ അത് വിശ്വസിക്കുന്നു. രണ്ട് കരങ്ങളും ഇങ്ങനെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഖറിയ പ്രവചനം 2:5 ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും. കർത്താവെ, ഇവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇത് സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് ചില കുടുംബങ്ങളിൽ അടിക്കടി അപകടങ്ങൾ, അടിക്കടി മരണങ്ങൾ, ചില ദുരിതങ്ങൾ, ചില കലഹങ്ങൾ, പൈശാചികമായ ചില ശല്യപ്പെടുത്തലുകൾ അനുഭവിക്കുന്ന ചില കുടുംബങ്ങളുണ്ട്. ശ്രദ്ധിച്ച് ഇതങ്ങോട്ട് വിശ്വസിച്ചു കൊള്ളുക. ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും. വിശ്വസിച്ച ഓരോ വ്യക്തിയും നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് സ്വയം വിശുദ്ധീകരിക്കുക.